പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കിടന്നുറങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഏറ്റവും പ്രത്യാശ തരുന്നൊരു വചനമാണ് കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് തരണേ. യേശു തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ലോകത്തിന് ഒരാളെ എത്രമാത്രം ആശ്വസിപ്പിക്കാൻ പറ്റുന്നേ, എത്രമാത്രം ബലപ്പെടുത്താൻ പറ്റും, എത്രമാത്രം സ്വസ്ഥരാക്കാൻ പറ്റും. ഒരു പാർട്ടിക്കൊക്കെ ശേഷം നമ്മൾ വീട്ടിലേക്കൊക്കെ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം അസ്വസ്ഥമാവും എന്നുള്ളതാണ്. ശരിക്കും നന്നായി എൻജോയ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. കൂട്ടുകാരോട് കൂടെ ആവാം, ഫാമിലി ഗ്യാതറിങ് ആവാം. പക്ഷെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഉള്ളു നിറച്ചിങ്ങനെ ശൂന്യതയാണ്. എന്തൊക്കെയോ ചെയ്തു, കുറച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ചിരുന്ന് സംസാരിച്ചു, കുറേ ചിലപ്പോൾ ഡാൻസ് കളിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളല്ലാതെ നമ്മളെ ഉള്ളു നിറയ്ക്കുന്നതൊന്നും തന്നെ ഈ ലോകത്തിന് തരാൻ പറ്റണില്ല എന്നുള്ളത്. ഉള്ളിൽ നമ്മളുടെ ഭയങ്ങൾ അങ്ങനെ തന്നെ അവശേഷിക്കുന്നു, നമ്മുടെ ഉത്കണ്ഠകൾ ബാക്കിയാകുന്നു, നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ നമ്മളെ വീണ്ടും അലട്ടുന്നു, നമ്മുടെ രാത്രി ഉറക്കത്തെ അത് ബാധിക്കുന്നു. ഇങ്ങനെ ഈ ലോകത്തിന് ഒരുപാടൊന്നും നമ്മളെ ആശ്വസിപ്പിക്കാനോ സ്വസ്ഥരാക്കാനോ കഴിയാത്തിടത്താണ് കർത്താവ് പറയണത്, ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഉദാഹരണമായിട്ട് ഇന്നത്തെ 1ാമത്തെ വായന എടുത്താൽ മതി. പൗലോസ്ലീഹയെ ഇക്കോണിയത്തിൽ നിന്നും അവിടെ എത്തിയ യഹൂദന്മാർ ജനങ്ങളെ പ്രേരിപ്പിച്ച് കല്ലെറിയിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകാൻ മാത്രം അത്രയ്ക്ക് ക്രൂരമായിട്ട് അവരെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന വിധത്തിൽ പൗലോസ്ലീഹയെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതേ പൗലോസ്ലീഹ ശിഷ്യന്മാരൊക്കെ വന്നു കഴിയുമ്പോൾ അവരോടൊപ്പം എഴുന്നേറ്റിരുന്ന് കർത്താവിനെ കുറിച്ച് പറയുന്ന വചനങ്ങൾ തൊട്ടടുത്ത വരികളിൽ നമ്മൾ വായിക്കും. അവരെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചു എന്നൊക്കെയാണ് പറയണേ. അധികം സമയമൊന്നുമില്ല. പത്രോസ്ലീഹ വന്നിറങ്ങുന്നു. അവിടെ നിന്ന് യഹൂദന്മാരുടെ പ്രേരണ കൊണ്ട് ജനങ്ങൾ അയാളെ കല്ലെറിയുന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചവനെ പോലെയാകുന്നു. അവരവിടെ ഇട്ടിട്ട് പോകുന്നു. ശിഷ്യന്മാർ വരുന്നു. ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നത് മുഴുവൻ പീഡനങ്ങളേറ്റുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, സമാധാനത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. കർത്താവ് കൊടുക്കുന്ന സമാധാനം ഇതാണ്. ഈ ലോകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കാനായിട്ടുള്ള സ്വസ്ഥത തരും കർത്താവ്. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഉത്കണ്ഠകളെയും ആകുലതകളെയും എടുത്തു മാറ്റത്തക്ക വിധത്തിൽ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് മീതെ ഉയർന്നു നിൽക്കാനായിട്ടുള്ള ശക്തി പറഞ്ഞല്ലോ. ശരിക്കും ഈ വലിയൊരു ഗർത്തത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഠിന വഴികളുടെയും ഒക്കെ നിലയില്ലാ കയത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ, ആ ഒരു വലിയ ഗർത്തം നമ്മളെ നോക്കി പറയണത്, നിങ്ങൾ ധൈര്യമായിട്ട് താഴേക്ക് ചാടിക്കോ, 2-1 എന്തായാലും സംഭവിക്കും. ലോകം പറയണത് കാര്യം ഇതാണ്. 2-1 പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കൈയും കാലൊടിഞ്ഞ് കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. അത്രയും വലിയൊരു ഗർത്തമാണ്. എന്നാല് കർത്താവ് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് ചാടിക്കോ, 2-1 എന്തായാലും സംഭവിക്കും. പക്ഷേ ലോകം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവ് പറയുന്ന 2-1 ഇതാണ്. ഒന്നല്ലെങ്കിൽ കർത്താവ് നിങ്ങളെ കൈകളിൽ താങ്ങും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വ്യത്യാസമാണെന്ന്. ഒരേ പ്രശ്നമാണ്, ഒരേ ഗർത്തമാണ്, ഒരേ താഴ്ചയാണ്, ഒരേ അപകടമാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ലോകം പറയണത് നിങ്ങളൊന്നല്ലെങ്കിൽ കൈയും കാലൊടിഞ്ഞ് കിടക്കും, അതല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. കർത്താവ് പറയണത്, നിങ്ങളെ ഞാൻ കൈകളിൽ താങ്ങും, അല്ലെങ്കിൽ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കും, നിങ്ങൾ താഴേക്ക് പോകില്ല. ഈ സമാധാനമാണ് കർത്താവ് ഉറപ്പ് തരുന്നത്. ലോകം തരുന്നത് പോലെ അതാ പറയണത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുകയും വേണ്ട. ഇങ്ങനെ ഹൃദയം അസ്വസ്ഥമാവാത്ത വിധത്തിൽ, ഭയപ്പാടിനിടയില്ലാത്ത വിധത്തിൽ സ്വർഗം തരുന്ന വലിയൊരു ശാന്തതയുണ്ട്. ചില മനുഷ്യരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവിടെ ചാത്തിയത്ത് പള്ളിയിൽ കൊച്ചനായിരുന്ന സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പലവട്ടം പലയിടത്ത് അത് ആവർത്തിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഓർമ്മയിൽ വന്നപ്പോൾ ഒന്ന് ആവർത്തിക്കുകയാണ്. ചേച്ചി പ്രാർത്ഥിക്കാനായിട്ട് വന്ന, തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ, അത്രയേ ഉള്ളൂ.
എന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ? നിയോഗം എന്തെങ്കിലും? ഒന്നുമില്ല അച്ഛൻ, പ്രശ്നങ്ങളൊന്നുമില്ല, ലൈഫൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ നമ്മൾ ഇങ്ങനെ ആളെ കാണുമ്പോൾ ഇങ്ങനെ തലയിൽ പ്രാർത്ഥിക്കുമ്പോഴേക്കും എന്തോ ഒരു പ്രയാസമുള്ളതുപോലെ ഇങ്ങനെ വീണ്ടും ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല, 1 കോടി കടമുണ്ട്, 1 കോടി കടമുണ്ട്. പക്ഷെ കർത്താവ് നോക്കിക്കോളും. ഈ സ്ത്രീ അത് എന്തൊരു ശാന്തയായിട്ടെന്ന് പറയണേ. 1 കോടി കടമുള്ള വിധവയായിട്ടുള്ളൊരു സ്ത്രീ വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം ഈശോ നോക്കിക്കൊള്ളു എന്ന് പറയുമ്പോൾ അത് ഈ ലോകത്തിന് മീതെ നിൽക്കാനായിട്ട് സ്വർഗം ഒരാളെ ശക്തിപ്പെടുത്തുകയും ശാന്തയാക്കുകയും ചെയ്തതിൻ്റെ അടയാളമല്ലേ? തീർച്ചയായിട്ടും കർത്താവിൽ ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരാൾ അതിനെ അതിജീവിച്ചിട്ടുണ്ടാവുക തന്നെ ചെയ്യും. എത്രയോ അനുഭവങ്ങളാണ് മുന്നിലുള്ളത്. ഈ ഒരു സമാധാനത്തിലേക്ക് പ്രവേശിക്കാണ്. നാളത്തെ ഒരു കാര്യത്തെ നോക്കി ഇന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന ഈ ലോകത്തിന് മുൻപിൽ കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, സ്വസ്ഥമാവ്, ശാന്തമായിട്ടിരിക്കുക. നാളത്തെ ഒരു പരീക്ഷയെ ഓർത്ത് ഇന്നേ തന്നെ സിക്കാവുന്ന രോഗാവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ മക്കളെ നോക്കി, റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ക്ഷീണിച്ചു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ സ്വർഗം പറയണ കാര്യം, സമാധാനം തരാം എൻ്റെ അടുത്ത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം കൊടുക്കുന്ന വാക്കതാണ്, വാഗ്ദാനം അതാണ്, ഉറപ്പതാണ്, നിങ്ങൾക്ക് സമാധാനം. ഈശോ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ ആദ്യം സമാധാനം ആശംസിക്കണം. ശലോം, ദൈവത്തിൻ്റെ സമാധാനം. ഇന്ന് അതേ ശാന്തതയോടെ അതേ സമാധാനത്തോടുകൂടെ നമുക്ക് ഈ രാത്രി ഉറക്കത്തിലേക്ക് പോകാനാവട്ടെ, ഇനിയുള്ള ജീവിതം ആരംഭിക്കാനാവട്ടെ. ചുറ്റും എന്ത് നടന്നാലും, നമ്മൾ 91-ാമത്തെ സങ്കീർത്തനം നിരന്തരം വായിക്കുന്നവരാണ്. അതിനകത്ത് ചുറ്റും എന്ത് നടന്നാലും കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് കിട്ടുന്നുണ്ട് നമുക്ക്. 121-ാമത്തെ സങ്കീർത്തനം, സൂര്യനും ചന്ദ്രനും എന്ത് പറ്റിയാലും കർത്താവ് എൻ്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നാണ് എൻ്റെ സഹായകൻ. കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കാൻ, സമാധാനത്തോടുകൂടി ജീവിക്കാൻ, ഈ ലോകം ഞങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ, അസ്വസ്ഥതകളുമായി ഉറക്കത്തിലേക്ക് പോവാതിരിക്കാൻ, കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിൽ വിശ്രമിക്കാൻ, നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികളിൽ വിശ്വാസം അർപ്പിച്ച് ആദ്യ ചുവടുകളിൽ വെച്ച് മുന്നോട്ട് പോകാൻ അങ്ങ് ഞങ്ങൾക്ക് അങ്ങയുടെ സമാധാനം കൊണ്ട് ആശീർവാദം നൽകണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യന്റെ വിശപ്പുകളിലേക്ക് അപ്പമായി വന്നിറങ്ങുന്നവൻ, അവൻ്റെ രോഗപീഠകളിലേക്ക് സൗഖ്യമായിട്ട് നിറയുന്നവൻ, അവൻ്റെ ആകുലതകളിൽ പ്രത്യാശയായി നിറഞ്ഞു നിൽക്കുന്നവൻ, ആ കർത്താവിങ്കിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിച്ച് സമാധാനത്തോടും സ്വസ്ഥതയോടും ശാന്തമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ.